അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ബീഫ് ബാർബിക്യൂ. സമരം ആരംഭിക്കാൻ എളുപ്പമാണ്. കാരണം ഞങ്ങൾക്ക് നന്നായി സമരം ചെയ്ത ചരിത്രവും അതിനുവേണ്ടി ഞങ്ങൾ സ്വീകരിച്ച നടപടികളും ഒക്കെ ഞങ്ങളുടെ അനുഭവ പാഠങ്ങളിലുണ്ട്. വേറെ എന്തെങ്കിലും നല്ല ജോലി ചെയ്ത് ജീവിക്കണോ, വെറുതെ ഒരു മനുഷ്യായുസ് കളയാതെ. കേരളത്തിന്റെ വിദ്യാർത്ഥി സമര ചരിത്രത്തിൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത സമര വൈകൃതങ്ങൾ നമ്മൾ കണ്ടു. ഒരാൾ മരത്തിൽ കയറുന്നു, ABVP ഒരു പ്രവർത്തകൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറയുന്നു. ഒരു സമര വൈകൃതമാണ്, തർക്കമില്ല. ഉറപ്പാണ് സാർ. ഇത് കിട്ടണത് നീ മേടിച്ചോ. KSRTC ബസ്, ആളുള്ള KSRTC ബസ് എറിഞ്ഞു തകർക്കുന്നതും പോലീസ് ജീപ്പ് തടഞ്ഞു നിർത്തി കത്തിക്കുന്നതും എന്ത് തരത്തിലുള്ള സമരമാണ്? അതല്ല ഉദ്ദേശം. ചേട്ടാ, ഈ കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് എന്നെ വിഷമിപ്പിക്കരുത്. സർക്കാരിനെതിരെയുള്ള പ്രക്ഷോഭങ്ങൾ, ഈ സമരങ്ങളുടെ വേലിയേറ്റങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ആ സർക്കാരിനെതിരെയുള്ള പ്രതിഷേധം KSRTC ബസ്സുകളിലേക്ക് വ്യാപിച്ചു. എന്റെ ചോദ്യം അതല്ല. നാട്ടുകാർ പോകുന്ന ബസ്സിന് കല്ലെറിയുന്നത് സമര വൈകൃതമാണോ അല്ലയോ? ഞാൻ പറഞ്ഞല്ലോ, അക്കാര്യത്തിലൊന്നും ഒരു സംശയം വേണ്ട. ശ്രീ വൈകൃതമാണോ? വൈകൃതമാണ് ഞാൻ അംഗീകരിക്കാൻ തയ്യാറല്ല. എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? എന്താണത്? അത്തരത്തിലുള്ള ഒഴിവാക്കപ്പെടേണ്ട സംഭവങ്ങൾ നമ്മൾ മരത്തിൽ കയറുന്നത് ഒഴിവാക്കപ്പെടേണ്ടത് പറഞ്ഞത്. ഇനി നീ ഇവിടെ രാഷ്ട്രീയം പറഞ്ഞ് കേട്ടാൽ ഇട്ടിച്ചതിന്റെ അസ്ഥിയിലൊടിക്കും. KSRTC വല്ലവന്റെ നെഞ്ചിന് കല്ലെറിയുന്നതും അവനവന്റെ ജീവിതം വേണമെങ്കിൽ ഞാൻ കൊടുക്കാമെന്ന് പറയുന്നതും തമ്മിൽ എന്താണ് പ്രശ്നമുണ്ട്? ശ്രീ, ഒന്നേ എനിക്ക് പറയാനുള്ളൂ, പാർട്ടിക്കാരുടെ മുമ്പിൽ എന്നെ നാറ്റിക്കരുത്. ശ്രീ ജിമ്മി, വല്ലവന്റെ നെഞ്ചിന് കല്ലെറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏത് സംഘടന ചെയ്താലും തെറ്റാണ്. KSRTC ബസ് അതാണ്. സർക്കാർ ബസ്സിന് അല്ലെങ്കിൽ സർക്കാരിന്റെ വണ്ടികൾക്ക് നേരെ കല്ലെറിയുമ്പോൾ ഉണ്ടാകുന്ന പ്രതിഷേധം ആ സമയത്ത് ഭരണകൂടത്തിനെതിരെയുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമാണ്. അതിനകത്ത് ആളുകളുണ്ടല്ലോ, അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. ആളുകളുണ്ടെങ്കിൽ അത് ശരിയല്ല. ആളൊഴിഞ്ഞ ബസ്സിനെതിരെ കല്ലെറിയണം. അതല്ല, അങ്ങനെ കിട്ടിയാ? കിട്ടി, പലിശ സഹിതം കിട്ടി. നാറികൾക്ക് ഓടിയണം നമ്മളെ പറഞ്ഞ